അപ്പോൾ നമ്മൾ അടുത്തത് പാലക്കാടേക്ക് പോവുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താറാവുന്ന കെട്ടിടത്തിൽ ഇരുന്ന് പഠിക്കേണ്ട ഗതികേടിലാണ് പാലക്കാട് മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ നൂറ്റാണ്ടോളം പഴക്കമുള്ള കെട്ടിടം പൊളിഞ്ഞു വീഴാറായിട്ടും കുട്ടികളെ മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സ്കൂൾ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കാണിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖയും 24-ന് ലഭിച്ചു. സ്കൂളുകൾ ഹൈടെക് ആകുന്ന കാലം, കേരളം വിദ്യാഭ്യാസ കാര്യത്തിലും എന്തിലും നമ്പർ 1 ആണെന്ന് പറയുന്ന കാലം. അക്കാലത്താണ് പാലക്കാട് പല്ലഞ്ചാത്തന്നൂർ GJBS സ്കൂൾ വ്യത്യസ്തമാകുന്നത്. അതിശോചനീയാവസ്ഥയിലാണ് ഈ സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത്. രാവിലെ മക്കളെ സ്കൂളിലേക്ക് വിടുന്ന അച്ഛനമ്മമാരുടെ നെഞ്ചിൽ തീയാണ്. അത്ര കണ്ട് ഭീകരമാണ് ഈ ദൃശ്യങ്ങൾ. ഇത് ഈ സ്കൂളിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് 100 വർഷമോളമായിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ഈ ശോചനീയാവസ്ഥ അപ്പോൾ ഒരു 3 വർഷം അതിനുശേഷമാണ് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് വന്നിരിക്കുന്നത്. നിരന്തരം അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്, MLA-യോടും MP-യോടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. അടിയന്തരമായിട്ട് ഈ സ്കൂള് ഇവിടുത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട മാത്തൂർ പഞ്ചായത്തിലെ പല്ലഞ്ചാത്തന്നൂർ GJB സ്കൂൾ ഒരു കാലത്ത് നിറയെ കുട്ടികൾ പഠിച്ച ഇടമായിരുന്നു. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ കൊണ്ട് ഇപ്പോൾ ആകെ പഠിക്കുന്നത് 60 കുട്ടികൾ മാത്രം. കുട്ടികളോളം പഠിക്കുന്നുണ്ട്. ടീച്ചർമാർ 9 പേരുണ്ട്. 69 ജീവൻ ഇവിടെയാണ് വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ കണ്ടാലേ അറിയാലോ സാർമാർക്ക്. ഞങ്ങളെല്ലാവരും പരാതിപ്പെട്ടിരുന്നു, പക്ഷെ ആരും സീരിയസ്നെസ് ആയിട്ട് എടുത്തിട്ടില്ല. ഞങ്ങളെ കുട്ടികളെ സ്കൂളിൽ വിടാൻ തന്നെ ഭയന്നിട്ടാണ് സ്കൂളിൽ ഡെയിലി വിടുന്നത്. സ്കൂൾ കെട്ടിടം വീഴാറായ അവസ്ഥയിലാണ്. മഴ പെയ്ത സമയത്ത് ഓടും പലതും വീണിട്ടാണ് ഇരിക്കുന്നത്. അതിൽ വെള്ളം വീണ സമയത്ത് താഴെ വീഴാണ്ടിരിക്കാൻ മറ്റു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കുട്ടികളെ പിത്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് പേടിയാണ് കുട്ടികളെ വിടാനായിട്ട്. ഇനി ഇത് കാണുക. സ്കൂൾ കെട്ടിടം ശോച്യാവസ്ഥയിലാണെന്നും ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് അപകടകരമാണെന്നും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. കെട്ടിടം ഇങ്ങനെ എല്ലാവരുടെയും കെട്ടിടങ്ങൾ വന്ന് നമ്മുടെ ഇത് മാത്രം ഏടാമാട്ടിലൊരു സ്കൂളുള്ളത്. നിറയെ കുട്ടികൾ 500 കുട്ടികൾ പഠിച്ച സ്കൂളാണ്. ഇപ്പോൾ പോയി 10-60 കുട്ടികളുള്ളൂ. കെട്ടിടത്തിൻ്റെ മോശം കൊണ്ടാണ് കുട്ടികൾ വരാനും പിന്നെ ഇതൊക്കെ തന്നെ. 60 കുട്ടികളും അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന 9 ജീവനക്കാരും മഴയൊന്ന് തിമിർത്തു പെയ്താൽ, കാറ്റൊന്ന് വീശിയടിച്ചാൽ ഭയത്തോടെ സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. 60 കുട്ടികൾ, 9 അധ്യാപകരും അനധ്യാപകരും, മറ്റു നാട്ടുകാർ, ഇവിടെ വന്നുപോകുന്ന രക്ഷിതാക്കൾ, എല്ലാവരുടെയും ജീവന് വിലയുണ്ട്. സർക്കാർ ഇത് കണ്ടേ മതിയാകൂ. ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ശരിക്കും ശാപമോക്ഷം ആ സ്കൂൾ കെട്ടിടത്തിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ശാപമോക്ഷം ഉണ്ടാകട്ടെ, അതിനുള്ള ഇടപെടൽ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം അവകാശപ്പെടുമ്പോഴാണ് ഇങ്ങനെയൊരു സ്കൂൾ അതിനൊരു അപമാനമായി തുടരുന്നത്.